എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മീഷോ ഹോൾ ആയിട്ടാണ്. ഫുഡ് വെയർ കളക്ഷൻസ് ആണ് കേട്ടോ. ഞാൻ പുതിയതായിട്ട് മേടിച്ചതല്ല, യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ഫുഡ് വെയർസ്. അത് ഫുൾ മീഷോ എന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ മീഷോയുടെ ഭയങ്കര ഒരു ആരാധികയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഇടുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്, ആ ഷൂ എവിടുന്ന, ആ ഡ്രസ്സ് എവിടുന്ന, ഇതെവിടുന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം ചോദിക്കാറുണ്ട്, ഡ്രസ്സ് പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷൂസും അതുപോലെ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് വെയർസ് ആണ്. അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചുമ്മാ ചെയ്യുന്നേ. പിന്നെ ഈ ഫുഡ് വെയർസിൻ്റെ ഒക്കെ ലിങ്കും അതുപോലെ കോഡും ഞാൻ ഇതിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കോഡ് ലിങ്ക് ചിലപ്പോൾ ചിലർക്ക് കിട്ടാറില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. സോ വിത്ത് കോഡ് ഞാൻ കൊടുത്തേക്കാം. സോ നമുക്ക് ആദ്യത്തെ പ്രൊഡക്റ്റ് കണ്ടാലോ. അപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റ് ഈ ഒരു ബൂട്ട്സ് ആണ്. ബ്രൗൺ കളറിലുള്ള ഒരു എന്താ പറയുക, സ്റ്റൈലിഷ് ബൂട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രോക്കിൻ്റെ കൂടെയോ മിഡിയുടെ കൂടെയോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മളുടെ ഇഷ്ടമാണല്ലോ ഇതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യണമെന്നുള്ളൂ. സോ അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനൊരു സിബ് വരുന്നുണ്ട്. സോ ചെറിയൊരു ഹീൽസും വരുന്ന ഒരു അടിപൊളി ബൂട്ട്സ് ആണ് ഇത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കളർ ചേഞ്ച് അവൈലബിൾ ആണ്. ഒരു യെല്ലോ, റെഡ് ഒക്കെ ഷെയ്ഡ്സിൽ ഇത് അവൈലബിൾ ആണ്. അറൗണ്ട് 550 ആയിരുന്നു ഞാൻ വാങ്ങിക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ചാമിക്കും. അടുത്ത പ്രൊഡക്റ്റ് നിങ്ങളെ കാണിക്കാനുള്ളത് ഈ ഒരു ഷൂ ആണ്. ഈ ഒരു ഷൂ ആക്ച്വലി എനിക്ക് ഒരു ഷൂവേ കാണിക്കാനുള്ളൂ. മറ്റേത് എൻ്റേത് ഒരു പട്ടി എടുത്തോണ്ട് പോയി, കാണുന്ന പോലും ഇല്ല. എൻ്റെ നിന്ന് പട്ടി എടുത്ത് ഒരു ഷൂ കൂടെ കാണിക്കാനുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു അടിപൊളി ഷൂ ആണെന്ന് എനിക്ക് അത്രയ്ക്ക് പറയാനില്ല, കാരണം ഇത് സ്റ്റോൺസ് വെച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ ഞാൻ അറൗണ്ട് ഒരു 10 ടൈംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ ആദ്യമേ വന്നപ്പോൾ ഫുൾ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് ഓരോ പ്രാവശ്യം നമ്മൾ ഇടുമ്പോഴും സ്റ്റോൺസ് കുറച്ച് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊരു 10 പ്രാവശ്യമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടാവും, 10-12 പ്രാവശ്യമൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം ഈ കോലത്തിലായിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇതിന് എമൗണ്ട് വളരെ കുറവായിരുന്നു, ഏതാണ്ട് 190 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഇതാണ് ഗൈസ് എൻ്റെ പട്ടി കടിച്ച രണ്ടാമത്തെ ഷൂ. കണ്ട, ഏതോ ഒരു ബ്ലഡി പട്ടീസ് വന്ന് കടിച്ച് മറ്റേ ഷൂ എടുത്തോണ്ട് പോയി, കാണുന്നില്ല. അപ്പോൾ ഇത് മാത്രമേ എൻ്റെ കയ്യിൽ, ഇത് ഇടാൻ പറ്റൂല. ഇനി ഞാൻ ആകെ 2-3 പ്രാവശ്യം ഇട്ടിട്ടുള്ളായിരുന്നു. നല്ലൊരു അടിപൊളി സാധനമായിരുന്നു. കൊതി തീരുന്നവരെ ഇട്ടില്ല. അതിന് മുൻപേ ദുഷ്ടൻ എടുത്തോണ്ട് പോയി ഏതോ ഒരു ദുഷ്ടൻ. നല്ലൊരു ഷൂ ആണ് കേട്ടോ. ഇത് കണ്ടോ, എനിക്ക് തോന്നുന്നു എൻ്റെ കളക്ഷൻസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷൂ തന്നെയായിരുന്നു. അത് തന്നെ ആ ദുഷ്ടൻ എടുത്തു. അപ്പോൾ ഇത് ഇവിടെ ഒരു നല്ലൊരു അടിപൊളി വൈറ്റ് സ്റ്റോൺസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ബ്ലാക്ക് വെൽവെറ്റ് ടൈപ്പ് ഒരു അടിപൊളി ഷൂ ആണ്. അറൗണ്ട് 360 സംതിങ് ആയിരുന്നു ഇതിൻ്റെ ഞാൻ വാങ്ങിക്കുമ്പോൾ ഉള്ള എമൗണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഷൂ ആണ് കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്നീക്കർ ടൈപ്പ് ഷൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷൂ ആണ് കേട്ടോ. ഇതുവരെ ഒരു നാശവും ഇതിന് സംഭവിച്ചിട്ടില്ല. ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്, ജീൻസിൻ്റെ കൂടെ സ്കേർട്ടിൻ്റെ കൂടെ. നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഇതിനനുസരിച്ച് നമുക്കൊന്ന് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഒരു ഷൂ ആണ്. കണ്ട, അറൗണ്ട് 410 ആയിരുന്നു ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ചാമിക്കോളൂ. അടുത്ത ചെരുപ്പ് ഈ ഒരു ചെരുപ്പാണ്. ഇത് ആക്ച്വലി വെഡ്ജ് ടൈപ്പ് ആണ്. വെഡ്ജ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ, ഇങ്ങനെ ഹീൽസ് പോയിന്റഡ് അല്ല, ഇങ്ങനെ വരുന്നതിനാണ് വെഡ്ജ് ടൈപ്പ് എന്ന് പറയുന്നത്. സോ അതുപോലത്തെയാണ്. പക്ഷെ ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതുണ്ടോ, നമ്മൾ എനിക്കൊരു 5-6 ടൈംസ് ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഇതുണ്ടോ, ഇങ്ങനെ നമ്മൾ കാൽപ്പാട് ഇങ്ങനെ വരുന്നുണ്ട്. ഇതുണ്ടോ,
സോ ആ ഒരു വെയിറ്റ് നമ്മൾ താങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ അതുപോലെ കുറച്ച് ഇത് ഇങ്ങനെ ചുരുങ്ങുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് കണ്ടോ ഇവിടെ കുറച്ചൊരു ഇങ്ങനെ ചുരുങ്ങിപ്പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്റ്റോൺസ് പോലെ ഇവിടെ വരുന്നുണ്ട്. സോ അങ്ങനെ ഒരു സ്ലിപ്പർ ടൈപ്പിലുള്ള വെഡ്ജ് ഇതിൽ വരുന്ന ഒരു ഫാൻസി ചെരുപ്പാണിത്. അറൌണ്ട് 365 ആയിരുന്നു ഇതിന്റെ എമൗണ്ട്. ഇതിന്റെ കളർ ചേഞ്ചും അവൈലബിൾ ആണ്. സിൽവർ, ഗ്രേ പോലെയുള്ള കളർ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ അടുത്തത് കാണിക്കാൻ പോകുന്നതാണ് എൻ്റെ ഫേവറേറ്റ്, ഏറ്റവും ഇഷ്ടപ്പെട്ട, ആ ബ്ലാക്ക് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഷൂ ആണ്. ഞാൻ ഒത്തിരി പ്രാവശ്യം ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇത് കണ്ടോ, എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടാൻ ആക്ച്വലി നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് പോയിന്റഡ് ആയതുകൊണ്ട്, പോയിന്റഡ് ഹീൽസ് വരുന്നതുകൊണ്ട് നടക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് എന്തോ എല്ലാത്തിൻ്റെയും കൂടെ ഇടാൻ പറ്റുന്ന ഒരു കളറും ആണ്. അതുപോലെ ഇതിന്റെ വേറൊരു ബ്ലൂ കളറും ഉണ്ട് കേട്ടോ. കളർ ചേഞ്ച് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലൂ ആണ്. അപ്പൊ ഞാൻ മേടിക്കുന്ന സമയത്ത് ഇത് ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ മേടിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, ബ്ലൂ വേണോ പിങ്ക് വേണോ, ബ്ലൂ വേണോ പിങ്ക് വേണോ. ഞാൻ വിചാരിച്ചു ആദ്യമേ പിങ്ക് പോട്ടെ, എന്നിട്ട് പിന്നെ ബ്ലൂ മേടിക്കാം. പിന്നെ അടുത്തത് ഇത് പോയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ബ്ലൂ ആയിരിക്കും വാങ്ങിക്കുന്നത്. ഇതെന്തായാലും നല്ല രസമുണ്ട്, അടിപൊളി ഷൂ ആണിത്. നല്ലൊരു ഏത് ഡ്രസ്സിൻ്റെ കൂടെയും പോകും. ഞാൻ എടുത്തിരിക്കുന്ന എല്ലാ ഷൂസും ചെരുപ്പും എല്ലാം മിക്ക ഡ്രസ്സിൻ്റെയും കൂടെ പോകുന്നതാണ്. കാരണം ഞാനിങ്ങനെ വർക്കിന് പോകുമ്പോൾ പല ഡ്രസ്സുകൾ മാറ്റി ഇടേണ്ടി വരും. അപ്പം അതിൻ്റെ കൂടെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 700 സംതിങ് ആയിരുന്നു ഞാൻ വാങ്ങിക്കുന്ന സമയത്ത്. അറൗണ്ട് ഒരു 5 months ആയി ഞാനിത് വാങ്ങിച്ചിട്ട്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ സൈറ്റിൽ കണ്ടപ്പോൾ 800 സംതിങ് ആണ് അവിടെ കിടക്കുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഷൂ ആണ്. അടുത്ത ഫുട്വെയർ ഒരു കാഷ്വൽ വെയർ ആണ്. ഒരു ഡാർക്ക് ബ്ലൂ വിത്ത് വൈറ്റ് കോംബോയിൽ വരുന്ന ഒരു കാഷ്വൽ വെയർ ആണ്. ഇതിൻ്റെയും കളർ ചേഞ്ച് അവൈലബിൾ ആണ്. ഒരു ലൈറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ്, അതുപോലെ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോംബോസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. അറൌണ്ട് 237 ആയിരുന്നു ഇതിൻ്റെ എമൗണ്ട്. ഇത് അറിയാലോ, ചെറിയൊരു ഫ്ലാറ്റ്സ് എന്ന് പറഞ്ഞാലും ചെറിയൊരു കുഞ്ഞൊരു ഹീൽസ് വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു സീനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഒരു കൊള്ളാം. കുറേ നാളായി ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. നല്ല അത്യാവശ്യം ചെളിയൊക്കെ പിടിച്ച് ഇരിക്കുന്ന ഒരു ചെരുപ്പാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഫ്ലാറ്റ്സ് ആണല്ലോ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എനിക്കൊന്നൊരു 6 months ആയി. ഇതുവരെ പൊട്ടിയിട്ടില്ല. സൈഡൊന്നും ഞാൻ തയ്ച്ചിട്ടും ഒന്നുമില്ല. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അത് പോകുന്നുണ്ട്. 237 ആയിരുന്നു ഇതിൻ്റെ എമൗണ്ട്. അടുത്ത ഷൂ ഈ ഒരു ഗോൾഡൻ കളറിലുള്ള ഷൂ ആണ്. ആക്ച്വലി ഇത് ഫോട്ടോയിൽ കണ്ട സാധനമല്ല എനിക്ക് നേരിട്ട് വന്നപ്പോൾ. കാരണം ഫോട്ടോയിൽ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ ഫോട്ടോയും കൂടെ സൈഡിൽ കൊടുത്തേക്കാം. ഇവിടെ ഒരു ആക്ച്വലി വേറൊരു സംഭവം, ഈ ഒരു ഗോൾഡൻ സൈഡിൻ്റെ അവിടെ വേറൊരു കുറച്ചുകൂടി ഒരു തിളങ്ങുന്ന ഒരു സാധനമായിരുന്നു. പക്ഷേ അത്രയ്ക്ക് തിളക്കം തോന്നിയില്ല. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നു അറൌണ്ട് 250 ആയിരുന്നു. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഏതോ ഒരു വൃത്തികെട്ട കാക്കി വേണ്ടി കരയുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫൈനൽ പ്രോഡക്റ്റ്. അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷൂ ആണ് കേട്ടോ. ഇതെല്ലാം ഡ്രസ്സിൻ്റെ കൂടെയും പോകുന്ന ഒരു അടിപൊളി ഷൂ ആണ്. ഒരു വൈറ്റ് കളറിൽ വന്നിട്ട് ഗോൾഡൻ ബെൽറ്റ് വന്നിട്ട് ചെറിയ ഹീൽസ് വരുന്ന എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ഷൂ ആണ്. ഇതിൻ്റെ കളർ ചേഞ്ചും അവൈലബിൾ ആണ്. യെല്ലോ, ബ്ലാക്കും ഒക്കെ അവൈലബിൾ ആയിരുന്നു. 4 രസമുണ്ട്. ഇത് ഇടുമ്പോൾ തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. അതുപോലത്തെ ഒരു ഷൂ ആണ്. അറൌണ്ട് 437 ആയിരുന്നു ഇതിൻ്റെ എമൗണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോയും കോഡും എല്ലാം ഞാൻ കൊടുത്തേക്കാം.
ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലും സൈഡിലും അവിടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തേക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇന്ന് കാണിച്ച ഫുഡ് വെയർസ് എല്ലാം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. 1-2 എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം. എന്തായാലും എല്ലാം നല്ല ഷൂസ് തന്നെയാണ്. അതായിരിക്കും മീഷോന്ന് മേടിച്ച കുറേ സാധനങ്ങളുണ്ട് എനിക്ക് ആക്ച്വലി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. അതൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഞാൻ മീഷോന്ന് മാത്രമേ വാങ്ങിക്കാറുള്ളൂ, അല്ലാതെ ഞാൻ കടയിൽ പോയി വാങ്ങിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും. അഫോർഡബിൾ ആയിട്ട് എനിക്കൊന്ന് കടയിലൊക്കെ കിട്ടുന്നതിനേക്കാളും അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഓൺലൈനിലായിട്ട് തന്നെ ഷോപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി പ്രൊഡക്ട്സ് ആയിട്ട്, അടിപൊളി കുക്കിംഗ് വീഡിയോ, അടിപൊളി ട്രാവൽ വ്ളോഗ്സ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ this is Geetu Reggie Jacob signing off. See you on my next video. Bye bye.